ഇതുപോലുള്ള മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ തൊഴിലാളി സംഘടനകളില്ല, അവർ സംഘടിതരല്ല, അസംഘടിതരാണ് എന്നുള്ളതാണ് ഈ ചൂഷണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഈ മെഡിക്കൽ കോഡിംഗ് പോലെയുള്ള രംഗങ്ങളിലും IT സെക്ടർ, BPO ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ഒരു സംഘടിത തൊഴിലാളി വർഗ്ഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് വലിയൊരു ന്യൂനതയായിട്ട് കാണേണ്ടി വരും. എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഇപ്പോൾ 2999 രൂപയ്ക്കോ 3999 രൂപയ്ക്കോ മെഡിക്കൽ കോഡിംഗ് ഓൺലൈനിൽ പഠിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പറ്റിച്ചിട്ടുള്ള ഒരു സ്ഥാപനം ഈ കാക്കനാട് ഇപ്പോഴും വളരെ ഓപ്പൺ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ സ്വതന്ത്രമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ സംബന്ധിച്ചിട്ടെന്ന് വെച്ചാൽ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ആളുകളെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പുതിയ ഫ്രഷേഴ്സിനെ കിട്ടുവാണ് മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് കൃത്യമായിട്ടൊരു സ്റ്റഡി നടത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോഡിങ്ങിൽ എത്ര കമ്പനികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ കമ്പനികളിൽ എത്ര ആളുകൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. നമസ്കാരം. കേരളത്തിലെ തൊഴിൽ മേഖലയെ പിടിച്ചുലച്ചൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം കോറോ ഹെൽത്ത് എന്ന അമേരിക്കൻ സ്ഥാപനത്തിൽ നിന്ന് കൂട്ടം പിരിച്ചിട്ടില്ലേ. 10-20 പേരല്ല, ഒറ്റയടിക്ക് 800-ലധികം പേരെയാണ് അവിടെ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. നമ്മൾ ഇതേ കാര്യങ്ങളിൽ ലേ ഓഫുകളും കൂട്ടപ്പിരിച്ചുവിടലുകളൊക്കെ ആഗോള ടെക് ഭീമന്മാരുടെ കാര്യത്തിലൊക്കെ വാർത്തകൾ കാണാറുണ്ടെങ്കിലും നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ കോറോ ഹെൽത്ത് എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ 800-ലധികം തൊഴിലാളികളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവരേത് മേഖലയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ തൊഴിൽ രീതികളാണ് അവരവിടെ പിന്തുടരുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതുപോലെ തന്നെ കോറോ ഹെൽത്ത് അടക്കമുള്ള സ്ഥാപനങ്ങളെ ഇത്തരം കൂട്ടപ്പിരിച്ചുവിടലുകളിലേക്ക് നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ലേബർ കോഡ് കൂടി ഇവിടെ ആശങ്കയുണ്ടാവുന്നുണ്ട്. പുതിയ ലേബർ കോഡ് ഒരു റിയാലിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ലേബർ കോഡിനെ കുറിച്ച് സംസാരിക്കാനായിട്ടല്ല ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് ഇതിനകത്ത് വരേണ്ട തൊഴിലാളി സംഘടനകളുടെ ഒരു ഇടപെടൽ. ഇതുപോലുള്ള മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ തൊഴിലാളി സംഘടനകളില്ല, അവർ സംഘടിതരല്ല, അസംഘടിതരാണ് എന്നുള്ളതാണ് ഈ ചൂഷണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ജന്മിമാരുടെ പറമ്പിലൊക്കെ പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വലിയ രീതിയിൽ വേരുറപ്പിച്ചത്. എന്നാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതുപോലെയുള്ള IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഈ മെഡിക്കൽ കോഡിംഗ് പോലെയുള്ള രംഗങ്ങളിലും IT സെക്ടർ, BPO ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ഒരു സംഘടിത തൊഴിലാളി വർഗ്ഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് വലിയൊരു ന്യൂനതയായിട്ട് കാണേണ്ടി വരും. ഇത് കേരളത്തിൽ മാത്രമാണ് ഇത് കുറച്ച് കുറവുള്ളത്. ഈ വിഷയത്തിൽ നോക്കുന്ന സമയത്ത് കോറ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സ്ഥാപനം അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരെന്തുകൊണ്ടാണ് ഈ ആളുകളെ സ്ഥിരപ്പെടുത്തി അവർക്ക് ESI, PF ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ലേബർ കോഡിൽ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നില്ല? ഇതൊരു കോൺട്രാക്റ്റ് ബേസിലാണ് ഇവർ നിന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സുപ്രഭാതത്തിൽ രാവിലെ അവർ ജോലിക്കെത്തുന്ന സമയത്ത് അവരോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം, നിങ്ങൾക്ക് 2 മാസത്തെ ശമ്പളം ഞങ്ങൾ കോമ്പൻസേഷനായിട്ട് തരുന്നു എന്ന് പറയുന്നു. ഈ 2 മാസത്തെ ശമ്പളം ഇവർക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടുമ്പോഴും കമ്പനിക്ക് വലിയ രീതിയിൽ ലാഭമുണ്ട്. ആ ലാഭം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, മെഡിക്കൽ കോഡ് പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്. ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വളരെ തുച്ഛമായ ശമ്പളം നൽകിയാൽ മതി. അതേസമയം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് 30 മുതൽ 40,000 രൂപ വരെ ഇതിനകത്ത് ശമ്പളം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് 15,000 കൊടുക്കുന്ന സമയത്ത് 25,000 രൂപയുടെ ഒരു വ്യത്യാസം സ്വാഭാവികമായിട്ടും കമ്പനിക്ക് ലാഭമാണ്. അപ്പോൾ 2 മാസത്തെ ശമ്പളം കൊടുത്താലും ആനുവലി നോക്കുന്ന സമയത്ത് 10 മാസത്തെ ശമ്പളം ഇവർക്ക് ലാഭമാണ്. ഇവിടെ ചെയ്യുന്ന ജോലികൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞ കോറ എന്ന് പറയുന്ന കമ്പനി ആക്ച്വലി അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, മെഡിക്കൽ കോഡിങ്, ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഇംപ്രൂവ്മെൻറ്റ്, റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ്, റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, ഓഡിറ്റിങ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ഈ കോറ ഹെൽത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത ആളുകളെ അസിസ്റ്റ് ചെയ്യുന്ന ജോലി വരെ ഈ പറഞ്ഞ കോറ ഹെൽത്ത് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കോഴ്സ് അനൗൺസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ബിൽഡപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ പ്രൊഫഷനിലേക്ക് ഒരു ഒഴുക്കായിരിക്കും. ഇവരുടെ അടിസ്ഥാന യോഗ്യത ഒന്നും നോക്കത്തില്ല. ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്ന അനധികൃത സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഈ കൊച്ചിയിൽ തന്നെ. എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഇപ്പോൾ 2,999 രൂപയ്ക്കോ 3,999 രൂപയ്ക്കോ മെഡിക്കൽ കോഡിംഗ് ഓൺലൈനിൽ പഠിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പറ്റിച്ചിട്ടുള്ള ഒരു സ്ഥാപനം
ഈ കാക്കനാട് ഇപ്പോഴും വളരെ ഓപ്പൺ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ സ്വതന്ത്രമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പരാതികളുണ്ട് അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക്. ഞാൻ പറയട്ടെ, ഈ 3999 രൂപ എന്നുള്ള മോഹന സുന്ദര വാഗ്ദാനത്തിൽ പെട്ടിട്ടൊക്കെ വിദ്യാർത്ഥികൾ അവിടെ പോയി ചേരും. അവിടെ പോയി ചേർന്നതിന് ശേഷം ഇതിൻ്റെ ഒരു പരീക്ഷ പാസ്സാവേണ്ടതായിട്ടുണ്ട്. AAPC CPC എന്ന് പറയുന്ന ഒരു എക്സാം പാസ്സായാൽ മാത്രമാണ് ഒരു ഇൻ്റർനാഷണലി ക്രെഡിബിലിറ്റി ഉള്ള ഒരു മെഡിക്കൽ കോഡറായിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു പ്രൊഫഷണൽ മെഡിക്കൽ കോഡറായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റൂ. ഈ ഒരു എക്സാമിൻ്റെ ഫീസ് മാത്രം എന്ന് പറയുന്നത് 38,000 രൂപ മുതൽ 45,000 രൂപ വരെ വരും. ഈ 3999 വന്ന് ക്ലാസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ 1-2 യൂട്യൂബ് വീഡിയോസ് മാത്രം കാണുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് അവൻ ഒരിക്കലും മെഡിക്കൽ കോഡറാവത്തില്ല. അവനെ സംബന്ധിച്ചിട്ട് അവൻ്റെ പൈസ അവിടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത്. ഇതുകൂടാതെ തന്നെ ചില നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഏകദേശം 20,000, 27,000 രൂപയൊക്കെ നൽകി ഈ മെഡിക്കൽ കോഡിങ്ങിൽ കൃത്യമായി പരിശീലനം നൽകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ എറണാകുളത്തുണ്ട്. ഞാൻ പർട്ടിക്കുലർലി പറഞ്ഞത് ഈ കാക്കനാട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ്. ഈ സ്ഥാപനത്തിനെതിരെ നമ്മളിപ്പോൾ കേസ് നടത്തുന്നുണ്ട്. ഇവർ നമുക്കെതിരെ ഡിഫോർമേഷൻ കേസ് ഫയൽ ചെയ്യുകയും ആ ഡിഫോർമേഷൻ കേസ് കോടതിയിൽ നിന്ന് തള്ളിപ്പോവുകയും അതിനുശേഷം ഇപ്പോൾ അവർ അപ്പീലുമായിട്ട് ജില്ലാ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജില്ലാ കോടതിയിൽ നിന്ന് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ മൊത്തം ഈ മെഡിക്കൽ കോഡിംഗ് രംഗത്ത് എത്ര ആളുകൾക്കാണ് ഒരു വർഷം തൊഴിൽ ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60,000 ആളുകൾക്ക് മാത്രമാണ് തൊഴിലവസരമുള്ളത് ഈ മെഡിക്കൽ കോഡിംഗ് രംഗത്ത്. പക്ഷെ പഠിച്ചിറങ്ങുന്നത് എത്ര ലക്ഷം വിദ്യാർത്ഥികളാണ്. ഈ നീറ്റൊക്കെ എഴുതിയിട്ട് പരാജയപ്പെടുന്നവർ പെട്ടെന്ന് ഇത്തരം കോഴ്സുകളിലേക്ക് പോകുന്നൊരു പ്രവണതയുണ്ട്. അല്ല, ഇത് +2 കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മെഡിക്കൽ കോഡിങ്ങിലേക്ക് പോകും. മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഹോസ്പിറ്റലുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ കോഡുകളാണ്, ഓരോരോ രോഗത്തിന്റെ മരുന്നുകളുടെ അല്ലെങ്കിൽ ഇതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഡിങ്ങിനാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ നൽകുന്ന വാഗ്ദാനം നിസ്സാര വാഗ്ദാനമൊന്നുമല്ല, വലിയ രീതിയിലുള്ള ശമ്പളമാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അതായത് 8 ലക്ഷം രൂപ ഒരു വർഷം ശമ്പളം കിട്ടും. 8 ലക്ഷം രൂപയൊക്കെ ആനുവൽ സാലറിയിലേക്ക് ഇവർക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏകദേശം 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന സാലറിയിലേക്ക് എത്തത്തുള്ളൂ. അതല്ലെങ്കിൽ സാധാരണയായിട്ട് 15,000 രൂപയാണ് ബേസിക് ആയിട്ട് 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷത്തേക്ക് കിട്ടുന്നത്. അത് തന്നെയാണ് കോറയിൽ സംഭവിച്ചിട്ടുള്ളത്. കോറയെ സംബന്ധിച്ചിട്ടെന്ന് വെച്ചാൽ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ആളുകളെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പുതിയ ഫ്രഷേഴ്സിനെ കിട്ടുവാണ് മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് കൃത്യമായിട്ടൊരു സ്റ്റഡി നടത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോഡിങ്ങിൽ എത്ര കമ്പനികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ കമ്പനികളിൽ എത്ര ആളുകൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ചിട്ട് മാത്രമായിട്ട് ഈ പറയുന്ന പരിശീലന സ്ഥാപനങ്ങളുടെ അക്രഡിറ്റേഷൻ ചെക്ക് ചെയ്ത് അവരുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്ത് അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് കൃത്യമായിട്ട് സീറ്റുകൾ അനുവദിക്കണം. ഇപ്പോൾ ഡിഗ്രി കോഴ്സുകളൊക്കെ എങ്ങനെയാണോ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾക്ക് അനുവദിക്കുന്നത്, അതേ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ പരിശീലന സ്ഥാപനങ്ങൾക്കും റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തണം. ഇപ്പോൾ ILTS പരിശീലന സ്ഥാപനങ്ങളെ പോലെ അല്ല ഇത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ACCA കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതിലൊക്കെ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാത്ത പക്ഷം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മുഴുവൻ ഭാവി ഒരു ഭയങ്കരമായ ഗതികേടിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവും. കടുത്ത ടാർഗറ്റ് പ്രഷറാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന്. ടാർഗറ്റ് പ്രഷറൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താ വെച്ചാൽ, ടാർഗറ്റ് പ്രഷർ ജോലി ഉണ്ടെങ്കിലല്ലേ ടാർഗറ്റ് പ്രഷർ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അതായത് കുറേ അധികം ആളുകൾ ഈ പറയുന്ന മെഡിക്കൽ കോഡിങ്ങിൽ പഠിച്ചിറങ്ങുന്നു. അവരെല്ലാം എവിടെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യും? നമ്മളിതിനു മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, BTech പഠിച്ചവരും MBA പഠിച്ചവരും ഒക്കെ റീറ്റെയിൽ ഷോപ്പുകളിൽ സെയിൽസ്മാൻമാരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന് കാരണം എന്താണ്? തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പം തൊഴിൽ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിൽ വരുന്ന കുറേ വർഷങ്ങളിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തേണ്ടതുണ്ട്. ആ റിസർച്ച് നടത്തിയതിനു ശേഷം കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ ഒരു മേഖലയിൽ ഇതേ രീതിയിലുള്ള തൊഴിലവസരങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. അതല്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കരിയർ ഗൈഡൻസ് ഗുരുക്കന്മാരുണ്ട്. ഇവന്മാർ ഈ ഗൂഗിളിൽ ഇരുന്ന് തപ്പിയിട്ട് അവിടെ ഇത്ര വേക്കൻസി ഉണ്ട്, ഇവിടെ ഇത്ര വേക്കൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ തലമുറയെ തന്നെ വഴിതെറ്റിച്ച് കളയും. ഞാൻ പറയുന്നത് വെച്ചാൽ പ്രൈവറ്റായിട്ട് യാതൊരുവിധ ഫെസിലിറ്റിയും ഇല്ലാതെ ഇങ്ങനെ പരിശീലന കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ അടച്ചുപൂട്ടണം. ഇതൊക്കെ അടച്ചുപൂട്ടിയതിനു ശേഷം മാന്യമായിട്ട് പ്രവർത്തിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകരെ വെച്ച് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും ഈ 2,999 രൂപയ്ക്ക് മെഡിക്കൽ കോഡിംഗ് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അതികർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവേണ്ടതുണ്ട്.
അങ്ങനെ സർക്കാർ തയ്യാറായാൽ മാത്രമേ കോറകൾ ആവർത്തിക്കാതിരിക്കത്തുള്ളൂ. അതുകൂടാതെ തന്നെ തൊഴിലാളി സംഘടനകൾ അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഈ പറഞ്ഞ ഈ അസംഘടിത മേഖലയായിട്ടുള്ള IT BPO സെക്ടറിലേക്കൊക്കെ കടന്നു ചെന്നിട്ട് അവിടെ തൊഴിലാളി സമരം നടത്താനെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അവരെ സംഘടിപ്പിച്ച് നിർത്താനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കാനും തയ്യാറാവണം. ഞാനിത് ആദ്യം പറഞ്ഞത് തന്നെയാണ് സത്യം. കാരണം പണ്ട് ഈ പറഞ്ഞ തൊഴിലാളികൾ ഒരു അടിമകളായിട്ട് ഈ ജന്മിമാരുടെ പറമ്പിൽ പണിയെടുത്തിരുന്നത് പോലെ തന്നെയാണ് ഈ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ പറയുന്ന ഈ നമ്മുടെ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാർ ഈ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അടിമപ്പണിയാണ്. 8 മണിക്കൂറൊന്നും അല്ല, 12 മണിക്കൂറും 16 മണിക്കൂറും ഒക്കെ ജോലി ചെയ്തതിന് ശേഷവും സാലറി കട്ട് നേരിടുന്ന അല്ലെങ്കിൽ പച്ചത്തെറി കേൾക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ ഒരു വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ, നമ്മുടെ തൊഴിൽ പരിശീലന രീതികൾ മൊത്തമായിട്ട് പൊളിച്ചെഴുതിയാൽ മാത്രമേ നമ്മുടെ ചെറുപ്പക്കാർ രക്ഷപ്പെടത്തുള്ളൂ. അതല്ലെങ്കിൽ എത്ര ലക്ഷം കൊടുത്ത് ഏത് വലിയ കോഴ്സ് പഠിച്ചാലും അവന് പോയി നിൽക്കാൻ പോകുന്നത് സെയിൽസ്മാനിലേക്കായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും സർക്കാരും നമ്മുടെ ഇവിടുത്തെ പൊതുസമൂഹവും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ.